ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചില്ലി പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി 2 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തത് മുഴുവനും നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതാ ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 2 ടീസ്പൂൺ പത്തിരിപ്പൊടിയും 1 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ. ഇനി നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ പത്തിരിപ്പൊടിയും 2 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർക്കാം. കൂടാതെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, എരിവിന് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസായി പോവാതെ എടുക്കണം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പൊട്ടറ്റോയുടെ കൂട്ടിവിടെ റെഡിയായി. ഇനി നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി 2 ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കുറച്ച് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്നത് വരെ. അടുത്തതായിട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, തക്കാളി, ഉള്ളി ഇതാ ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കൂടാതെ ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ് സവാളയും കൂടി ഇട്ട് കൊടുക്കാം.
ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ വഴന്നു വരണം. മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, നോക്കിയിട്ട് കുറച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനു വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാലകളൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ. നല്ലൊരു ഫ്ലേവറിനു വേണ്ടി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടാതെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.